കണ്ണൂർ തളാപ്പിലുള്ള നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസിന് പിൻഭാഗത്തുള്ള ഈ കിണറ്റിലാണ് ഏതാണ്ട് 15 മിനിറ്റിലധികം ഗോവിന്ദച്ചാമി എന്ന കുപ്രസിദ്ധ ക്രിമിനൽ ഒളിച്ചിരുന്നത്. ജയിൽ ചാടിയതിനു ശേഷം നേരെ മറ്റ് പലയിടങ്ങളിൽ പതുങ്ങി പാത്തിരുന്ന് 9:30 ഈ തളാപ്പ് ഭാഗത്തേക്ക് എത്തിയ ഇയാൾ അവിടെ നിന്ന് കാട് ചാടിക്കടന്ന് ഇവിടെ ഈ ഗേറ്റ് കടന്ന് ഈ കിണറ്റിന്റെ അടുത്തേക്ക് എത്തുകയായിരുന്നു. വലിയ ആഴമുള്ള കിണറാണ്. നോക്കൂ, നീല നിറത്തിൽ വെള്ളമുള്ള വലിയ ആഴത്തിൽ വെള്ളമുള്ള ആ കിണറാണ്. ആ കിണറിന്റെ ഈ പടിയിൽ പിടിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുൻഭാഗത്തുള്ള പടിയിലെ ഈ പമ്പ് കെട്ടിയിറക്കാനായി ഉപയോഗിച്ചിരിക്കുന്ന കയറിൽ പിടിച്ചാണ് ഏതാണ്ട് 15-20 മിനിറ്റോളം ആ കൊടും ക്രിമിനൽ പോലീസിനെയും നാട്ടുകാരുടെയും കണ്ണുവെട്ടിച്ച് പാത്തിരുന്നത്, ഒളിച്ചിരുന്നത്. ഇനി ഇയാൾ എങ്ങനെയാണ് ഇവിടേക്ക് എത്തിയതെന്നും കൂടി നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, എൻ്റെ പിൻഭാഗത്ത് കാണുന്നത് വലിയ കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശമാണ്. ഇതിന് തൊട്ടപ്പുറത്തായിട്ടാണ് ഏതാണ്ട് 9:15 ഗോവിന്ദച്ചാമിയെ കണ്ടെത്തുന്നത്. അവിടെ നിന്ന് ഇയാൾ ഈ കാട്ടിനുള്ളിലുണ്ട് എന്ന കാര്യം പോലീസും നാട്ടുകാരും ഏറെക്കുറെ പൂർണ്ണമായി സ്ഥിരീകരിച്ചു. പോലീസ് തന്റെ പിന്നാലെ ഉണ്ട് എന്നറിഞ്ഞതോടുകൂടി ആകെ ഭീതി പൂണ്ട ഗോവിന്ദച്ചാമി അവിടെ നിന്ന് ഈ മതിൽ ചാടിക്കടന്ന്, കാടിനുള്ളിൽ നിന്ന് ഈ മതിൽ ചാടിക്കടന്ന്, ഇതാ നോക്കൂ, ഈ PVC പൈപ്പും മറ്റുമൊക്കെ വെക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ചെറിയൊരു ഷെഡുണ്ട്, ഷീറ്റിട്ട ഷെഡ്. ആ ഷെഡിന്റെ മുകൾ ഭാഗത്ത് ചവിട്ടി ഈ ഗ്രില്ലിലൂടെ ചവിട്ടി ഇറങ്ങി, ഇവിടെ ഇപ്പോൾ ഈ ഗ്രില്ലിൽ അതിന്റെ ചെളിയൊക്കെ കാണുന്നുണ്ട്, ഒരുപക്ഷെ അയാൾ ചവിട്ടി ഇറങ്ങിയതിന്റെ ചെളിയായിരിക്കാം. അവിടെ നിന്ന് ചവിട്ടി ഇറങ്ങി നേരെ ഇവിടെ എത്തി. ഇവിടെ എത്തുമ്പോൾ തൊട്ട് മുമ്പിൽ നമുക്ക് കാണാം, അതായത് തൊട്ട് മുമ്പിലുള്ളത് ഓഫീസും CPMന്റെ പഴയ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസും ഒക്കെയാണ്. അവിടെ കൂടി ഇറങ്ങുന്നത് അപകടകരമാണെന്ന് കണ്ടതോടുകൂടി ഇയാൾ ഇതിനകത്ത്, ഈ കിണറിനകത്തേക്ക് ഇറങ്ങി ഇതിന്റെ പടിയിൽ ചവിട്ടി അവിടെ ഒളിച്ചിരിക്കുകയാണ് ചെയ്തത്. സ്വാഭാവികമായും ഈ ഭാഗത്ത് ഇയാളെ ഇങ്ങനെ തെരച്ചിൽ നടത്തുന്നുണ്ട് എന്നറിഞ്ഞതോടുകൂടി അവിടെ നിന്ന് എല്ലാവരും, ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഗോവിന്ദച്ചാമിക്ക് വേണ്ടിയുള്ള തെരച്ചിലായിരുന്നു. 100 കണക്കിന് ആളുകൾ. അതായത് ഗോവിന്ദച്ചാമിക്ക് അറിയാം അവിടെ നിന്ന് നേരെ പുറത്തേക്ക് ചാടിയാൽ തൊട്ടു മുമ്പിൽ CPMന്റെ പഴയ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ്, തൊട്ടപ്പുറത്ത് CPMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസ്. സ്വാഭാവികമായും ഇവിടെ നിന്ന് വന്നാൽ അത് വലിയ അപകടമുണ്ടാക്കും എന്ന് ഗോവിന്ദച്ചാമിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ആ ഭാഗത്ത് അയാൾ പതുങ്ങിയിരുന്നത് ഏതാണ്ട് 20 മിനിറ്റോളം. എന്തായാലും നാട് മുഴുവൻ നോക്കുന്ന സമയത്ത് സ്വാഭാവികമായും നിങ്ങൾക്കും ഉണ്ടാവില്ലേ ഒരു ക്യൂരിയോസിറ്റി, അയാൾ ഇവിടെ എങ്ങനെ ഉണ്ടോന്ന്. എങ്ങനെയാണ് കിണറ്റിലേക്ക് നോക്കാൻ തീരുമാനിച്ചത്? കിണറ്റിൽ നോക്കാന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം ഇന്നമാതിരി ന്യൂസ് കിട്ടിയ ഉടനെ ഞങ്ങൾ ഈ സറൗണ്ട് മൊത്തം പരിശോധിച്ചാണ്. അവിടെ ഈ കിണറും പിന്നെ അതിന് ബാക്കിയുള്ള കുറച്ച് ചെറിയ ബാത്റൂം അതൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഞങ്ങൾ അടിച്ച് പെരുക്കി നോക്കിയതാണ്, പക്ഷെ കണ്ടില്ല. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു അവനെ കിട്ടിയെന്ന് പറഞ്ഞു. കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഓടി അങ്ങോട്ട്. എഗെയിൻ ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ വീണ്ടും ഒരു സംശയം കൊണ്ട് ഒന്നുകൂടി നോക്കാമെന്ന് പറഞ്ഞിട്ട് ആ ലോക്ക് തുറന്ന് പോയതാണ്. വെറുതെ കിണറ്റിൽ നോക്കുമ്പോൾ അവനവിടെ കിണറ്റിനകത്ത് കയർ പിടിച്ച് തൂങ്ങിക്കുകയാണ്. പമ്പ് കെട്ടിയിറക്കുന്ന കയർ? അതെ, പമ്പ് കെട്ടിയിറക്കുന്ന കയറിൽ പിടിച്ച് തൂങ്ങിക്കയറുന്നു. നമ്മളെ കണ്ടപ്പോൾ വെള്ളത്തിലേക്ക് മുങ്ങിയിട്ട് രണ്ടാമത് നീരാണ്. ആ ശ്വാസം കിട്ടില്ലല്ലോ, ആ നീറിനെ നോക്കിയാണ്. അപ്പം എന്നോട് പറയുകയും ചെയ്തു, പിന്നെ കുത്തി കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഭീഷണിപ്പെടുത്തി കുത്തി കൊല്ലുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ പോടോന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ ഒച്ചയിട്ട് എല്ലാവരും അപ്പുറത്ത് ആൾക്കാരെല്ലാം വന്ന് അവരെങ്ങനെ പിടിച്ച് കയറ്റി. ഇത് വലിയ ആഴമുള്ള കിണറാണല്ലോ. ഒരു 10-18 അടി പോലെ ഉണ്ടാവും. കാരണം ഇപ്പം മഴക്കാലമായതുകൊണ്ട് വെള്ളം മേലെ തന്നെ ഉണ്ട്. അങ്ങനെയാണ് സംഭവം. അപ്പൊ പോലീസ് വിവരം അറിയിച്ചോ? നാട്ടുകാർ ഓടി? ഞാൻ പിന്നെ ഇവിടെ ഒച്ചയിട്ടപ്പോൾ അവിടെ എല്ലാ ആൾക്കാരായിരുന്നു, പോലീസും ജനങ്ങളൊക്കെ പുറത്തുണ്ടായിരുന്നു. ആ റോഡിൽ ചാടി വന്നു. സാറിന്റെ പേരെന്താ? ഉണ്ണികൃഷ്ണൻ. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റിലാണ്? അതെ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റാണ്. ശരിക്കും ഉണ്ണികൃഷ്ണനാണ് ഗോവിന്ദച്ചാമിയെ കണ്ടുപിടിച്ചത്. അതൊരു സന്തോഷമുണ്ട് എനിക്ക് ഭയങ്കര. അതിന്റെ ഇത് എന്നെ മാറിയിട്ടില്ല. കാരണം ഞാൻ കാണാൻ പറ്റി എന്നുള്ളത് എനിക്ക് ഇപ്പോഴും അത് ഒരു അങ്ങനത്തെ ഷോക്ക് പോലെയാണ്. ആളുകൾ പിന്നാലെ ആക്രമിക്കാനൊക്കെ ശ്രമിച്ചു അല്ലേ ഓടിക്കൂടിയപ്പോ? ആൾക്കാർ അവൻ ഒരു കുറച്ച് കാണുമ്പോൾ തന്നെ ഒരു അക്രമം പോലെയാണ് കാണിച്ചു. എന്നെ ഭീഷണിപ്പെടുത്തുക ചെയ്തില്ല. ആളുകൾ ആക്രമിക്കാൻ ശ്രമിച്ചു അയാളെ? ഇല്ല, അങ്ങനെ ചെയ്തില്ല. ഒരു 10-20 മിനിറ്റ് അയാൾ ഇവിടെ ഒളിച്ചിരുന്നിട്ടുണ്ടാവും അല്ലേ? ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ആദ്യം പോയപ്പോൾ അവളെ കണ്ടില്ല. ഞങ്ങൾ 9:30 ആ ടൈമിൽ ഞങ്ങൾ പോയി നോക്കിയത്. ആ സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം ഒന്നും ഉണ്ടായില്ല. കിണർ അതുപോലെ ഉണ്ടായി, നെറ്റൊക്കെ ഉണ്ടായിരുന്നു. രണ്ടാമത് 10:30 പോകുമ്പോഴാണ് ആളെ കെട്ടിയത്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് സമയം അതിനകത്ത് ഉണ്ടായിട്ടുണ്ടാവും. 11 മണിയോടുകൂടി പിടിച്ചു അല്ല, 10:30 നമ്മളെ പിടിച്ചു. ഓക്കെ, എന്തായാലും ഇദ്ദേഹമാണ് സത്യത്തിൽ ഗോവിന്ദച്ചാമിയെ കണ്ടുപിടിച്ചത്. എവിടെ ജയിൽ ചാടിയ ഗോവിന്ദച്ചാമിയെ കൃത്യമായി എവിടെയെന്ന് കണ്ടെത്തി പോലീസിനും നാട്ടുകാർക്കും കാണിച്ചു കൊടുത്തത് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനായ അദ്ദേഹമാണ്. എന്തായാലും അവിടെ നിന്ന് പോലീസിനെ വിവരം അറിയിക്കുന്നു. ആദ്യം നാട്ടുകാരാണ് ഓടിയെത്തുന്നത്. പിന്നീട് നാട്ടുകാരെത്തി വലിയ കൂക്കി വിളിച്ചു, ഇങ്ങനെ ഇതാ ഗോവിന്ദച്ചാമിയെ കണ്ടെത്തിയേ പിടിച്ചേ എന്ന് പറഞ്ഞ് വലിയ തോതിൽ കൂക്കി വിളിച്ചു. തൊട്ട് പിന്നാലെ തന്നെ പോലീസ് ഈ സ്ഥലത്തേക്ക് ഓടിയെത്തി. പോലീസ് ഇവിടെ നിന്ന് പിടിച്ച്
ഇതാ ഇവിടെ അപ്പോഴേക്കും പോലീസ് ജീപ്പ് ഇവിടെ പുറത്തേക്ക് എത്തി. ഇവിടെ ഇതാണ് CPM-ന്റെ പുതിയ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിർമ്മാണം നടക്കുന്ന അവിടേക്ക് പോലീസിന്റെ വാഹനം എത്തി. ഒരുപക്ഷെ ഏറെ നേരം ഇവിടെ നിന്നിരുന്നെങ്കിൽ വലിയ തോതിലുള്ള ആളുകൾ അയാളെ ആക്രമിക്കാൻ, ഈ വലിയ കൊടും ക്രിമിനലാണ് അയാളോടുള്ള എല്ലാ ദേഷ്യവും ആളുകളുടെ മനസ്സിലുണ്ട്, ആക്രമിക്കാനുള്ള സാധ്യത തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും പോലീസ് അവിടെ നിന്ന് അതിനു മുമ്പ് തന്നെ തന്ത്രപൂർവ്വം അയാളെ പിടിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു.